ഇന്ന് ജൂൺ 5 പരിസ്ഥിതിയാണ്. എല്ലാവരും ഈ ഭൂമി കാത്തു ചോദിക്കണം കേട്ടോ. എല്ലാവർക്കും പരിസ്ഥിതിദിനാശംസകൾ. നമസ്തേ. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അതിനോടനുബന്ധിച്ച് ഞാൻ സുഗതകുമാരി അമ്മയുടെ ഒരു കവിതയാണ് പാടാൻ പോകുന്നത്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴിലു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങേക്കാൻ ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഭൂമിയുടെ പ്രത്യാശയായ പെൺകുട്ടി. ഗ്രേറ്റ തുൺബെരിയ പരിസ്ഥിതി പോരാട്ടങ്ങളിൽ ലോകത്തിന് ദിശാബോധം നൽകുന്ന പെൺകുട്ടി. പ്രകൃതിയെ മറന്നു ജീവിക്കുന്നവരുടെ ഉള്ളു പൊളിക്കുന്ന വാക്കുകളും പാരിസ്ഥിതിക ബോധത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള തീക്ഷ്ണമായ നോട്ടവും കൊണ്ട് വാർത്തകളിൽ നിന്നുള്ള നൽകുന്ന പോരാളി. ഗ്രേറ്റയുടെ സമരതീക്ഷ്ണമായ ജീവിതവും കുട്ടികൾ ഏറ്റെടുത്ത് അവരിലൂടെ മുന്നോട്ടു പോകുന്ന പരിസ്ഥിതി സമരങ്ങളുടെ വർത്തമാനവും ആണ് ഈ പുസ്തകം. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിന്നും നിനക്കാത്മശാന്തി, ഇത് നിന്റെയും എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ നിന്നെ കുറിച്ച ഗീതം. ഏകദേശം 4 പതിറ്റാണ്ട് മുൻപ് ഈ വരികൾ കുറിച്ച പ്രൊഫസർ ONV കുറുപ്പ് ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ മരണാസന്നയായ ഭൂമിയുടെ ജീവൻ നിലനിർത്താൻ ആത്മാവിൽ ജ്വലിക്കുന്ന വാക്കുകളും നിലയ്ക്കാത്ത ചൈതന്യവുമായി അങ്ങകലെ സ്റ്റോക്ക്ഹോം നഗര ഹൃദയത്തിലെ പ്രത്യക്ഷപ്പെട്ട ഒരു 16-കാരി പെൺകുട്ടിക്ക് വേണ്ടി പ്രത്യാശയുടെ ഒരു പുതിയ ഗീതം കുറിച്ചേനെ. അതെ, ഗ്രേറ്റ തുൺബെരിയയ്ക്ക് വേണ്ടി ലോകം നെഞ്ചിലേക്ക് വാങ്ങുന്ന ഒരു പുതിയ ഗീതം. കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്നുവെന്നും അത് ഗുരുതരമായ കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുവെന്നും തത്ഫലമായി നമ്മുടെ ഈ ഗ്രഹത്തിന്റെ ജീവന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നും തിരിച്ചറിഞ്ഞ ദിനം മുതൽ അവൾ തന്റെ പോരാട്ടത്തിന്റെ പടച്ചട്ടകൾ എടുത്തഴിഞ്ഞു. സാധാരണയായി രാഷ്ട്രീയ സാംസ്കാരിക നായകരെ പോലെ അവൾ ആദ്യമേ നാടിനെ നന്നാക്കാൻ ശ്രമിച്ചില്ല. സ്വന്തം വീടിനെ ക്രമപ്പെടുത്തുകയായിരുന്നു. വലിയ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടായിരുന്നു അത്. പിന്നെ ഒറ്റയാൾ പോരാട്ടം തുടങ്ങി. ഒരു പ്ലക്കാർഡും കയ്യിൽ പിടിച്ച് തന്റെ രാജ്യത്തിന്റെ ഭരണസരിക കേന്ദ്രത്തിന് മുന്നിൽ ഒറ്റനിൽപ്പ്. ആദ്യമൊക്കെ അവഗണിക്കപ്പെട്ടുവെങ്കിലും 1 കൊല്ലം കൊണ്ട് ലോകം അവളെ കേന്ദ്രീകരിച്ചു. കുട്ടികളും മുതിർന്നവരും കലാകാരന്മാരും തൊഴിലാളികളും ഒരു വിഭാഗം ഭരണകർത്താക്കളും അവർക്ക് പിന്നിൽ അണിനിരന്നു. പ്ലാസ്റ്റിക് ഭൂമിയിലേക്ക് വലിച്ചെറിയാതെ ഇതുപോലുള്ള സാധനങ്ങൾ നിർമ്മിക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പൂക്കൊട്ടയും ഫ്ലവർ വേസുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പരിസ്ഥിതി ദിനം. മരങ്ങൾ നട്ടും പ്ലാസ്റ്റിക് ഒഴിവാക്കിയും നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം നട്ട പേരച്ചെടിയാണ്. ഇതെനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. നമ്മൾ ഓരോരുത്തരും പരിസ്ഥിതി ദിനത്തിന് ചെടി നടുന്നതിനോടൊപ്പം തന്നെ അതിനെ പരിപാലിക്കാൻ കൂടി ശ്രദ്ധിക്കണം. എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിലായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഇത് പ്രാണവായുവിലായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നമസ്തേ. ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഈ ജൂൺ 5 നാം ഓർക്കേണ്ടത് എന്താണ്? നമുക്ക് ഈ പ്രകൃതി അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി തന്നിരിക്കുന്നത് നമ്മുടെ പ്രകൃതിയാണ്. ആ പ്രകൃതിയോട് നാം നന്മ ചെയ്യേണ്ട ഒരു ദിവസമായി കണക്കാക്കപ്പെടുന്നു. നമുക്ക് എല്ലാ മാസവും ചെടികൾ നട്ടുപിടിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. ഈ ജൂൺ 5-നെങ്കിലും, അതായത് ഒരു വർഷത്തിൽ ഒരു ചെടിയെങ്കിലും നാം നടണം. അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് നട്ടാൽ മാത്രം പോരാ. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയോ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയോ മാത്രമല്ല, നമ്മുടെ ജീവന് വേണ്ടിയാണ് ആ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെടികളും മരങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് ഒരു ചെടിയെങ്കിലും നാം നടണം. അത് നട്ടാൽ മാത്രം പോരാ, അത് പരിപാലിക്കാനുള്ള മനോഭാവവും നാം ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട്. അതുമാത്രമല്ല, ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ, ഓരോരുത്തർ മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ അതിനെ പ്രകൃതീകരിക്കാനും നമുക്ക് കഴിയണം. അവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് മാത്രമേ ഈ കുട്ടികളായ നമുക്ക് ചെയ്യാൻ കഴിയൂ. അത് നാം ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ പ്രകൃതിയെ നമുക്ക് ഗുണങ്ങളൊന്നും ചെയ്ത് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രകൃതി ഒരുക്കി തന്ന ഓരോന്നിനെയും നാം നശിപ്പിക്കാൻ പാടില്ല.
നമ്മുടെ ഭാവി നമ്മുടെ ഭൂമി എന്നാണ് ഈ വർഷത്തെ സന്ദേശം. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയാണ് നമ്മുടെ ഭാവി. ആ ഭൂമിയെ നാം നോവിക്കരുത്. പകരം ഓരോ ചെടികൾ വെച്ചു പിടിപ്പിച്ച് പച്ചപ്പുറ എന്ന് പ്രകൃതി ചേർത്ത് നിൽക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.